ഇന്ന് മസിൽ ലോസിനെ കുറിച്ചിട്ട് സാർക്കോപ്പീനെ കുറിച്ച് സംസാരിക്കുന്നത്. പ്രമേഹമുള്ളവരിൽ വളരെ കൂടുതലും അതില്ലാത്തവരിൽ കുറഞ്ഞ തോതിലും കണ്ടുവരുന്ന ഒരു വലിയ വിഷയമാണ് മസിൽ ലോസ്. നമ്മളുടെ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല മസിലിന്റെ ഉദ്ദേശം. അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ശരീരത്തിന്റെ ബലത്തിന് അത് ആവശ്യമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് അത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഷുഗറിന്റെ 4/3 സ്റ്റോർ ചെയ്യുന്നത് മസിലിനുള്ളിലാണ്. അതുകൊണ്ട് മസിൽ മാസ് കുറഞ്ഞാൽ നമ്മളുടെ ഷുഗർ വർദ്ധിക്കും. മസിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് മാത്രം ഷുഗർ കുറച്ചുകൊണ്ടിരാൻ സാധിക്കും. സാധാരണ ഒരാളുടെ ശരീരഭാരത്തിന്റെ 30 തൊട്ട് 38% വരെ മസിലായിരിക്കണം. 18 തൊട്ട് 28% വരെ ഫാറ്റും 12 തൊട്ട് 15% വരെ അസ്ഥിയുമായിരിക്കണം. ഏതാണ്ട് ഈ ഒരു റേഷ്യോയാണ് നമ്മൾ നിലനിർത്തേണ്ടത്. സ്ത്രീകളാവുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും. ഒരു 30-35 വയസ്സാവുമ്പോൾ നമ്മളുടെ മസില് കുറയാൻ തുടങ്ങും. ഏതാണ്ട് അതിന്റെ അളവ് ഒരു വയസ്സിൽ 1% വെച്ച് കുറഞ്ഞു വരും. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് പിന്നെയും വർദ്ധിക്കും. അങ്ങനെ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ മസില് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലെത്തും. ഒരു പരിധി വരെ നമ്മളുടെ ശരീരനാശത്തിന്റെ മരണത്തിന്റെ കാരണം ഈ മസിലിന്റെ നാശമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മസിൽ കുറഞ്ഞാൽ നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കും. അതുപോലെ മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. രോഗപ്രതിരോധ ശേഷി കുറയും. ശരീര സൗന്ദര്യം നഷ്ടപ്പെടും. സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ഈ തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് മസിലിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് മസിൽ കുറയണമെന്ന് നോക്കാം നമുക്ക്. അതിന്റെ ഒരു കാരണം നമ്മളുടെ ആഹാരത്തിലെ പ്രോട്ടീന്റെ കുറവാണ്. സാധാരണ ഒരാള് 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീൻ ഫുഡ് ദിവസം കഴിക്കണം എന്ന് പറയും. ഇപ്പൊ നമുക്ക് 60 കിലോ ആണ് നമ്മുടെ ഭാരമെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ദിവസം കഴിക്കണം എന്ന് പറയും. 99% മലയാളികളും അത് കഴിക്കുന്നില്ല. നമ്മളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എനർജി സോഴ്സ് ആണ്. അതിനകത്ത് വളരെ ചെറിയ % മാത്രമാണ് പ്രോട്ടീൻ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മതിയായ പ്രോട്ടീൻ കിട്ടുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം. രണ്ടാമത്, പ്രമേഹമുള്ളവരെ സംബന്ധിച്ച് വരുന്നത് ഇൻസുലിൻസ് ആണ് ഈ പ്രോട്ടീൻ അബ്സോർഷന് തടസ്സമുണ്ടാക്കുന്നത്. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള ഊർജമെടുത്തിട്ടാണ് ശരീരം ദൈനംദിനമായ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇൻസുലിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള ഊർജത്തെ ശരീരം സ്വീകരിക്കാതെ അത് യൂറിനിലൂടെയും മോഷനിലും പുറത്തു പോകാൻ തുടങ്ങും. പകരം ശരീരത്തിന്റെ ഊർജ ആവശ്യത്തിന് വേണ്ടിയിട്ട് മസിലിനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രമേഹമുള്ളവരില് അകാരണമായിട്ടുള്ള മസിൽ ലോസ് അല്ലെങ്കിൽ സാർക്കോപ്പീനിയ ദൃശ്യമാകുന്നത്. ഇതിന് ആശുപത്രിയിൽ മരുന്ന് കഴിച്ചിട്ടോ കുറെ പ്രോട്ടീൻ ഉള്ള ഫുഡ് കൂടുതൽ കഴിച്ചിട്ടോ പ്രയോജനം ഉണ്ടാവില്ല. അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിലൂടെയും അതുപോലെ ശരിയായ എക്സസൈസിലൂടെയും ഇൻസുലിൻ കുറയ്ക്കൽ മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. പ്രമേഹമുള്ള ഒരാളുടെ ആഹാരത്തില് ഒരു 60% ധാന്യങ്ങളും അല്ലെങ്കിൽ അന്നജവും, ഒരു 30% പ്രോട്ടീനും, ഒരു 10% ഫാറ്റുമായിരിക്കണം. ഇതാണ് ഒരു മാതൃകാപരമായിട്ടുള്ള റേഷ്യോ. കാരണം പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ഇൻസുലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ കൂടുതൽ ഭയം ഉണ്ടാവേണ്ട ആവശ്യവും നമുക്കില്ല. പിന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി പ്ലാന്റ് പ്രോട്ടീൻ കഴിക്കുക. ആനിമൽ പ്രോട്ടീനുള്ള കുഴപ്പം അത് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂട്ടും. അപ്പൊ കൊളസ്ട്രോൾ വർദ്ധിക്കും, ഹൃദ്രോഗം വരാൻ സാധ്യത കൂടും. അതുപോലെ സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നത്തിന് കാരണമായി തീരാം, ഫാറ്റി ലിവറിന് കാരണമായി തീരാം, വൃക്കരോഗങ്ങൾക്ക് കാരണമായി തീരാം, ക്യാൻസറിന് വരെ കാരണമായി തീരാം. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ അകാരണമായിട്ടുള്ള ശരീരമെരിച്ചിൽ ഒഴിവാക്കണമെങ്കിൽ, വെയിറ്റ് ലോസ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ശരിയായ ഒരു ഡയറ്റിലേക്കും ശരിയായ ഒരു എക്സർസൈസിലേക്കും വരണം. ഇങ്ങനെ അനവധി പേരുടെ ഈ പ്രശ്നത്തെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പരിഹരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് സഹായകരമായിട്ടുള്ള 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് മൂവായിട്ട് സുഖജീവൻ നടത്തുന്നുണ്ട്. അവിടെ ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും ശരിയായ ബ്രീത്തിങ് എക്സസൈസും പഠിപ്പിക്കുന്നുണ്ട്. ഇൻസുലിൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ പ്രോട്ടീൻ ടേക്കിങ്ങിനുള്ള
ശേഷി വർദ്ധിപ്പിച്ചെടുക്കുന്നുണ്ട്, മസിൽ ലോസ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിന് സഹായകരമായിട്ടുള്ള 1-2 ഫുഡും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്മൂത്തിയാണ്. 20ഓളം നട്സുകളും അതുപോലെ സ്വീറ്റ്സും ചില ഗ്രെയിൻസും ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള സ്മൂത്തി ആയിട്ട് കഴിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ മസിൽ ലോസിനെ കുറയ്ക്കാനും അത് വീണ്ടും നമുക്ക് കൂട്ടിയെടുപ്പിക്കാനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വെറുതെ തിന്നാൻ പാകത്തിനുള്ള നട്സുകളുടെ ഒരു കോമ്പിനേഷനാണിത്. ഇതിനകത്ത് കാഷ്യൂനട്ട്, ബദാം, ഇങ്ങനെ 9 റോയൽ മില്ലറ്റ്സും അതുപോലെ മറ്റ് പല സ്വീറ്റ്സും ചേർത്തിട്ട് നമ്മളുടെ പ്രോട്ടീൻ ഡിഫിഷ്യൻസിയെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ്. രണ്ടും പൂർണ്ണമായിട്ട് വെജാണ്, വളരെ ടേസ്റ്റുള്ള ഫുഡാണ്, ഒപ്പം നമ്മളുടെ ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുമാണ്. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾ ഈ മസിൽ ലോസ് എന്ന പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കണമെന്നാണ് എനിക്ക് ഉപദേശിക്കുവാനുള്ളത്.